എല്ലാവർക്കും ട്രെയിൻ എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ആദ്യം നമ്മളൊരു 4 ചോദ്യം ചെയ്യും, പിന്നീട് ഒരു 2 ചോദ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആകെ 6 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം സ്വയം ചെയ്തു നോക്കുക, വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് കിട്ടാത്തതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഞാൻ ഓരോന്നായിട്ട് ഓരോ ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻസ് ചെയ്യുന്നുണ്ട്. അത് എക്സ്പ്ലനേഷൻസ് നോക്കി പഠിക്കുക കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓരോ ചോദ്യങ്ങളായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 220 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 13 സെക്കൻഡിനുള്ളിൽ 320 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ 160 മീറ്റർ പ്ലാറ്റ്ഫോം കടക്കാൻ എത്ര സമയം വേണം? അപ്പം 200 മീറ്റർ നീളമുള്ള ട്രെയിൻ 13 സെക്കൻഡിനുള്ളിൽ 320 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കും. മക്കളെ, അതായത് 200 മീറ്റർ നീളമുള്ള ട്രെയിന് 320 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കണമെങ്കിൽ ആകെ 520 മീറ്റർ സഞ്ചരിക്കണം. ഈ 520 മീറ്റർ സഞ്ചരിക്കാനാണ് ഇവിടെ 13 സെക്കൻഡ് വേണ്ടി വന്നു എന്ന് പറഞ്ഞേക്കുന്നത്. കണ്ടോ, ഈ 200 മീറ്റർ നീളമുള്ള ട്രെയിൻ 13 സെക്കൻഡിനുള്ളിൽ 320 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കും. അപ്പം പ്ലാറ്റ്ഫോം കടക്കാൻ സഞ്ചരിക്കേണ്ട ദൂരം ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും കൂടെ നീളമല്ലേ? അപ്പം 520 മീറ്റർ സഞ്ചരിക്കാനാണ് 13 സെക്കൻഡ് വേണ്ടി വരുന്നത്. ഓക്കെ, എങ്കിൽ ഇതേ ട്രെയിന് 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ എത്ര സമയം വേണം? മക്കളെ, 200 മീറ്റർ നീളമുള്ള ട്രെയിന് 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ ആകെ 360 മീറ്റർ സഞ്ചരിക്കണം, അല്ലേ മക്കളെ? അതിന് എത്ര സമയം വേണമെന്നാണ് ചോദ്യം. നമുക്കറിയാം 520 മീറ്റർ സഞ്ചരിക്കാൻ 13 സെക്കൻഡാണ്. 360 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമാണെന്ന് വേണം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 360 × 13 ഡിവൈഡഡ് ബൈ 520 എന്ന് കിട്ടും. 0 വെട്ടിപ്പോവും. 13 × 4 ആണ് 52. 36/4 9 സെക്കൻഡ് എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമാന്തര ട്രാക്കുകളിൽ എതിർദിശയിൽ യഥാക്രമം 200, 160 വേഗതയിൽ 240 മീറ്റർ, 180 മീറ്റർ നീളമുള്ള 2 ട്രെയിനുകൾ ഓടുന്നു. ഇപ്പോൾ അവർ പരസ്പരം കടക്കാൻ എടുക്കുന്ന സമയം കാണും. ഓക്കെ, അപ്പോൾ 2 ട്രെയിൻ ഉണ്ട്. ആദ്യത്തെ ട്രെയിൻ ഇത്, അതിൻ്റെ നീളം 240 മീറ്റർ ആണ്. അതിൻ്റെ വേഗത 200 km/h ആണ്, അല്ലേ? അത് ഈ ദിശയിൽ സഞ്ചരിക്കുന്നു. മക്കളെ, രണ്ടാമതൊരു ട്രെയിൻ ഉണ്ട്. അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് 150 മീറ്റർ. അതിൻ്റെ സ്പീഡ് എന്ന് തന്നിട്ടുണ്ട് 160 km/h. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ട്രെയിൻ രണ്ടാമത്തേതിനെ കടന്നു പോകാൻ വേണ്ട ടൈം കാണണം. ടൈം കാണാൻ ചോദിച്ചാൽ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ട്രെയിൻ പരസ്പരം കടന്നു പോകുന്ന സാഹചര്യത്തിൽ രണ്ടിൻ്റെയും കൂടെ നീളം കൂട്ടിയാണ് ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. അപ്പോൾ 240 180 കൂടെ കൂട്ടുമ്പോൾ 300 380 420 മീറ്റർ എന്ന് കിട്ടും. ആണോ? ഡിസ്റ്റൻസ് 420 മീറ്റർ ബൈ സ്പീഡ്. നമ്മൾ പഠിച്ചു 2 സ്പീഡ് വരുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ കൂട്ടുന്നതാണ് റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ 200 160 കൂടെ കൂട്ടുമ്പം 360 km/h എന്ന് കിട്ടും. നമുക്ക് km/h വേണ്ട, അതിനെ m/s ആക്കിയാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ഡിസ്റ്റൻസ് മീറ്ററാണ്. അപ്പം m/s മാറ്റാൻ 360നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആണോ? അപ്പോൾ ദേ ഇതും വെട്ടിപ്പോയി. 2 20 × 5 100 എന്ന് കിട്ടി. 100 m/s എന്ന് കിട്ടി. അപ്പോൾ സ്പീഡ് കിട്ടി 100 m/s. 420/100 m/s ആണോ? യെസ്, ഇതും വെട്ടിപ്പോവും. ആൻസർ 4.2 സെക്കൻഡ് എന്ന് കിട്ടും. 4.2 സെക്കൻഡ് വേണം കടന്നു പോകാൻ. അപ്പോൾ ഇത് 2 മൂവിങ് ട്രെയിനിൻ്റെ ചോദ്യമാണ്. ഇവിടെ ഡിസ്റ്റൻസ് രണ്ടിൻ്റെയും കൂടെ നീളവും സ്പീഡ് എന്നത് റിലേറ്റീവ് സ്പീഡും ആയിരിക്കും. ഡിസ്റ്റൻസ് രണ്ടിൻ്റെയും കൂടെ നീളവും സ്പീഡ് റിലേറ്റീവ് സ്പീഡാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നെങ്കിൽ കൂട്ടുന്നതാണ് റിലേറ്റീവ് സ്പീഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് രണ്ടിൻ്റെയും കൂടെ നീളം 420, സ്പീഡ് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 360 km/h. m/s മാറ്റാൻ 5/18 ചെയ്തു. 100 m/s എന്ന് കിട്ടി. സോ ഇവിടെ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യുമ്പോൾ 4.2 സെക്കൻഡ്സ് എന്നാണ് കിട്ടുന്നത്. അടുത്ത ചോദ്യം,
108 km/h വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു വൈദ്യുത പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം 30 സെക്കൻഡ് ആണെങ്കിൽ തീവണ്ടിയുടെ നീളം, അതായത് ഡിസ്റ്റൻസ് കാണാനാണ് ചോദ്യം. ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈമായി ഇക്വേഷൻ. ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട് 108 km/h. നമ്മൾ പഴയ വീഡിയോകളിൽ പറഞ്ഞു 108 km/h എന്ന് പറഞ്ഞാൽ 30 m/s ആണെന്ന് കാണാതെ പഠിച്ചോണം. കാരണം km/hനെ m/s മാറ്റാൻ ഇൻറ്റു 5/18 ചെയ്താൽ മതി. അത് ചെയ്ത് സമയം കളയാതിരിക്കാൻ, പോവാതിരിക്കാൻ കാണാതെ പഠിക്കണം 30 m/s ആണ്. ഓക്കെ, സോ സ്പീഡ് 30, ടൈം എത്രയാണ് മക്കളെ? 30. 30 × 30 = 900 മീറ്റർ എന്ന് കിട്ടും. നമുക്കറിയാം തീവണ്ടിയുടെ നീളം. അടുത്ത ചോദ്യം, 125 മീറ്റർ നീളമുള്ള ട്രെയിൻ മണിക്കൂറിൽ 30 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അത് പ്ലാറ്റ്ഫോമിലെ ഒരു വിളക്ക് മരം എപ്പോൾ കടക്കും? ഒരു വിളക്ക് കാലിനെ കടന്നു പോകാൻ എടുക്കുന്ന ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യണം. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 125 മീറ്ററും സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 km/h അല്ലേ? 30 km/hനെ m/s മാറ്റാതെ വേറെ മാർഗമില്ല. അപ്പോൾ m/s മാറ്റാൻ ഇൻറ്റു 5/18 ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആണോ? ഒന്ന് വെട്ടിക്കളയാം, 2 വെച്ച്. ഇത് 15 തവണ, ഇത് 9 തവണ. ആണോ? അപ്പം 75/9 എന്നാണ് വരുന്നത്. ആണോ? അപ്പോൾ സ്പീഡിൻ്റെ സ്ഥാനത്ത് 75/9 എന്ന് കൊടുത്തു അല്ലേ? ഇത്രയും m/s ആണ്. ഇനി ഹരിക്കാനുള്ള നിയമം നമുക്കറിയാം മക്കളെ. 125 ഇൻറ്റു താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. 9/75 എന്ന് വരും. 75ഉം 125ഉം 25 വെച്ച് വെട്ടിക്കളയുമ്പം ഇത് 3 തവണ, ഇത് 5 തവണ. ഈ 3ഉം 9ഉം വെട്ടിക്കളയാൻ 3 തവണ. 15 എന്ന് കിട്ടും. 15 സെക്കൻഡ് വേണം എന്ന് കിട്ടും. അടുത്ത ചോദ്യം, മണിക്കൂറിൽ 108 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന തീവണ്ടി 470 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 20 സെക്കൻഡ് എടുത്തുവെങ്കിൽ തീവണ്ടിയുടെ നീളം. തീവണ്ടിയുടെ നീളം, അതായത് ഡിസ്റ്റൻസ് കാണാനാണ് ചോദ്യം അല്ലേ? ഡിസ്റ്റൻസ് കാണാൻ ചോദിച്ചാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ് ഇക്വേഷൻ. ആണോ? ഇവിടെ സ്പീഡ് 108 km/h ആണ്. ആണോ? 108 km/h എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 30 m/s ആണ്. 108 km/h എന്ന് പറഞ്ഞാൽ 30 m/s ആണ്. സോ സ്പീഡിൻ്റെ സ്ഥാനത്ത് 30 കൊടുത്തു, ടൈമിൻ്റെ സ്ഥാനത്ത് 20 എന്ന് കൊടുത്തു. ഓക്കെ, സോ 600 അല്ലേ? 600 എന്നല്ലേ കിട്ടുന്നത് മക്കളെ? 600 എന്ന് കിട്ടും. 600 മീറ്റർ എന്ന് കിട്ടും. നമുക്കറിയാം ഈ 600 മീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കൂടെ നീളമാണ്. കാരണം ഇവിടെ തീവണ്ടി ഉണ്ട്, 470 മീറ്റർ നീളമുള്ള പാലമുണ്ട് അല്ലേ? സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് രണ്ടിൻ്റെയും കൂടെ നീളമാണ് 600. അപ്പോൾ അതിൽ ഒരെണ്ണം 470. അപ്പോൾ അടുത്ത തീവണ്ടിയുടെ നീളം ബാക്കിയുള്ള 130 ആയിരിക്കും. ആണോ? സോ ആൻസർ 130 മീറ്റർ എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഒന്നുകൂടെ പറയാം മക്കളെ. മണിക്കൂറിൽ 108 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന തീവണ്ടി. അപ്പോൾ തീവണ്ടിയുടെ വേഗത 108 km/h. ഞാൻ അപ്പം തന്നെ m/s മാറ്റി 30 m/s ആണ്. ഈ തീവണ്ടി 470 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 20 സെക്കൻഡ് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തീവണ്ടിയുടെ നീളം കാണാൻ ചോദിച്ചാൽ ഡിസ്റ്റൻസാണ്. ഡിസ്റ്റൻസ് ഇക്വൽ സ്പീഡ് ഇൻറ്റു ടൈം ഇക്വേഷൻ. സ്പീഡ് ഇൻറ്റു ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 600 മീറ്റർ എന്ന് കിട്ടും ഡിസ്റ്റൻസ്. എനിക്കറിയാം ട്രെയിനിൻ്റെയും പാലത്തിൻ്റെയും ചോദ്യമാണ്. ട്രെയിനിൻ്റെയും പാലത്തിൻ്റെയും ചോദ്യത്തിൽ ഡിസ്റ്റൻസ് എപ്പോഴും രണ്ടിൻ്റെയും കൂടെ നീളമായിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് 600 മീറ്റർ എന്ന് കിട്ടിയാൽ രണ്ടിൻ്റെയും കൂടെ നീളം 600 ആണെന്ന് അർത്ഥം. അതിൽ പാലത്തിൻ്റെ മാത്രം 470. അപ്പോൾ ബാക്കിയുള്ള 130 ആയിരിക്കും ട്രെയിനിൻ്റെ നീളം. സോ ആൻസർ ഓപ്ഷൻ ഡി 130 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 225 മീറ്റർ നീളമുള്ളൊരു തീവണ്ടി മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ ഒരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയം വേണം? 225 മീറ്റർ നീളമാണ്, 54 km/h വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന ടൈം കാണാൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ഇക്വേഷൻ. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 225 മീറ്റർ ആണ് തീവണ്ടിയുടെ നീളം അല്ലേ? സ്പീഡ് എന്ന് പറഞ്ഞാൽ 54 km/h ആണ്. നമ്മൾ പഠിച്ചു 54 km/h എന്ന് പറഞ്ഞാൽ 15 m/s ആണ്. അപ്പം സ്പീഡ് m/s വേണം എടുക്കാൻ, 15 m/s എന്ന് കൊടുത്തു.
അല്ലേ? സോ 225/15 എന്ന് വരും അല്ലേ മക്കളെ? നമുക്ക് ഈ 15ഉം 22ഉം കൂടെ വെട്ടിക്കളയാം ഒരു തവണ ആണ്. ബാക്കി ശിഷ്ടം 75ൽ 15 5 തവണ. സോ ആൻസർ 15 സെക്കൻഡ് എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ ആണോ? ശരി. അപ്പം ഇന്നത്തെ 6 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ട്രെയിൻ മനസ്സിലാവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആക്ച്വലി ട്രെയിൻ എന്ന ടോപ്പിക്കിൻ്റെ ഒരു ക്ലാസ് അല്ല ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി ട്രെയിൻ പഠിച്ച ഒരാൾക്ക് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ അല്ലാതെ ട്രെയിൻ എന്ന ടോപ്പിക്ക് മുഴുവനായിട്ട് എടുത്ത് തരുവല്ല ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ ഈ ക്ലാസ് കാണുമ്പോൾ അത് എത്രത്തോളം അയാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷേ ട്രെയിൻ ഒന്ന് ക്ലാസ് കിട്ടിയിട്ടുള്ള ഒരാൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ വീഡിയോ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ആ രീതിയിൽ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, താങ്ക് യു.